ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് നമ്മുടെ പുതിയൊരു ഗെയിമിൻ്റെ ഒരു ഗെയിമിംഗ് വീഡിയോ ആണ്. ഇത് ഗെയിം വേൾഡ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇത് മലയാളമാണ്, ഇംഗ്ലീഷ് അല്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഗെയിമിംഗ് വേൾഡിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് ഏകദേശം ഒരു 5:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നമ്മൾ നേരത്തെ അലാറമൊക്കെ തന്നെ അടിക്കും. അത് ഓഫ് ചെയ്ത് കിടക്കാനായിട്ടുള്ളൊരു പൂതി വരുമെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യരുത്. കാരണം എനിക്ക് പാർട്ട് ടൈം ജോബാണ് മൊത്തം. ഏകദേശം എനിക്ക് കുറേ ജോബുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ടായിട്ടാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ട് പോവും. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബ്രഷൊക്കെ തന്നെ ചെയ്തിട്ട് ഞാൻ പിന്നെ നേരെ തന്നെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ തന്നെ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് സ്കിൻ കെയർ ചെയ്യണം. എന്തൊക്കെയാണോ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. അതുകൊണ്ട് നമുക്ക് നേരെ തന്നെ പോയിട്ട് പെട്ടെന്നൊരു ഷവർ അഥവാ ബാത്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട് നോക്കുകയാണ്. ഒരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് പോലെയുള്ള ഒരു വീട്. ഏകദേശം വലുതായിരിക്കണം. അതുകൊണ്ട് തന്നെ വലുതായിരിക്കണം. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു ഇതായിരിക്കണം. ഒരു കളറൊക്കെ ആയിരിക്കണേ. അപ്പോൾ ഞാൻ പിന്നെ ബാത്ത് ടബിൽ ഞാൻ ഇങ്ങനെ ബബിൾസൊക്കെ വരാനുള്ള സാധനം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ തന്നെ കുളിച്ചിട്ട് വന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്കിൻ കെയർ ആണ്. ആദ്യം തന്നെ കുറച്ച് മോയ്സ്ചറൈസറാണ്. പിന്നെ ഒരു ക്രീമുണ്ട്, പിമ്പിൾസ് വരാതിരിക്കാനായിട്ടുള്ളത് ക്രീമാണ്. പിന്നെ ഉള്ളത് പിന്നെ ഒരു കുഞ്ഞ് ടവൽ വെച്ച് അത് തുടച്ചൊന്ന് വൈറ്റ് കാസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെയില്ല, ചെറുതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വെച്ച് തുടച്ചു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഒരു സ്കേർട്ടും പിന്നെ ഒരു ഇതുമാണ് ഒരു ടോപ്പ്, ഒരു ക്രോപ്പ് ടോപ്പ് പോലെ വിത്തൗട്ട് കൈ ഇല്ലാത്തതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇനി നിങ്ങൾ പറ ഗൈസ്, നിങ്ങൾക്ക് മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ ഈ ഡേ ഇൻ മൈ ലൈഫ് ഗെയിമിംഗ് വേൾഡിലും ആവറ്റർ വേൾഡിലും ഒക്കെ? അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം മലയാളം ഇടുവാണേ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി മലയാളമാണ്. കാരണം എനിക്ക് ചെയ്യാമല്ലോ. അപ്പം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആണെങ്കിൽ കുറച്ച് പാടാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇടാം. നിങ്ങൾ പറയൂ ഗൈസ്. അങ്ങനെ ഞാൻ അതൊക്കെ തന്നെ വാഷിംഗ് മെഷീനിലിട്ടു ഡ്രസ്സ്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് തൂത്തൊക്കെ വാരി കേട്ടോ. പിന്നെ അതൊക്കെ തന്നെ കഴിഞ്ഞിട്ട് ഡ്രയറിൽ ഇടണമായിരുന്നു. നമുക്ക് ഡ്രയറിലിടാം ഗൈസ്. ഭയങ്കര ഇടിമിന്നലൊക്കെ ഉള്ളൊരു ഡേ ആണ്. അപ്പം ഭയങ്കര തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ AC ഞാൻ ഫിറ്റ് ചെയ്തില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ മുമ്പോട്ട് വാർഡ്രോബൊക്കെ ഒന്ന് ക്ലോസ് ആക്കിയൊക്കെ തന്നെ വന്ന് 2 കുട്ടികളും കിടപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കോക്കോ ഒന്ന് കുരച്ചപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ ബേബി എഴുന്നേറ്റു. ബേബി എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി. അപ്പം അവളെ പോയിട്ട് എടുക്കണം ഇനി എനിക്ക്. അപ്പം ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ, എൻ്റെ കൂടെ വാ എന്ന്. ഇങ്ങനെ കുറേ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണമായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. കണ്ട ഇടയ്ക്ക് ഇങ്ങനെ പോകും ഗൈസ്. അവൾ ക്രോൾ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പോകും ഗൈസ്. ഞാനിപ്പോൾ ഒരു ജോബിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനിയത്തിനെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ അവളെ കൂടെ കൊണ്ടുവന്നതാണ്. അതൊരു മെനക്കേടായിപ്പോയെന്ന് തോന്നിയേ. അപ്പോൾ നമുക്ക് എന്തായാലും അവളുടെ ഡൈപ്പർ അതൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ സുന്ദരി കുട്ടാപ്പിയാക്കി എടുക്കാം. അപ്പം എന്തായാലും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. എൻ്റെ പേരാണ് പ്രവസ്തി. എൻ്റെ അനിയത്തിയുടെ പേരാണ് പാർവതി. അപ്പം അവളെ ഒന്ന് ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് ഞാൻ ഇതിട്ടു, ക്ലീനിങ്ങിൻ്റെ ആ ഒരു മെഷീൻ ഇട്ടു. അപ്പോൾ അത് ക്ലീൻ ചെയ്തോളൂ, അത് കുഴപ്പമൊന്നുമില്ലേ. അപ്പോൾ താഴെത്തി കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ തോന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വാതിൽ തുറന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇവളുടെ വലിയൊരു ടെഡി ബെയറാണ്. എന്നൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്.
അങ്ങനെ വാതിലൊന്ന് തുറന്ന് നോക്കാനായിട്ട് പോയപ്പോൾ തന്നെ ഇവൾ കരയാനായിട്ട് തുടങ്ങി. പിന്നെ ഇവൾക്ക് അങ്ങനെ പേടിയില്ലേ എന്ന് വെച്ചാൽ തണ്ടർ സ്റ്റോൺസിൻ്റെ എന്ന് വെച്ചാൽ ഇടിമിന്നൽ കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റിങ്ങും ഇടിമിന്നലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവൾക്ക്. അപ്പോൾ ഇത് നല്ല സുന്ദരിയായിട്ട് തന്നെ ഇവിടെ ഇരിക്കാൻ തുടങ്ങി അവൾ. അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് പോയപ്പോൾ പിന്നെയും വന്നാന്ന്. അങ്ങനെ പിന്നെ ഡസ്റ്റ് ഒന്നും ആവണ്ടല്ലോ അവിടെ മേഘത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ മറ്റേ സ്ട്രോളറിൽ വെച്ച് ഞാൻ അവൾ ഉറങ്ങിക്കോളും, അങ്ങനെ തന്നെ ഉറങ്ങിക്കോളും. വേറെ ഭാഷയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എന്തായാലും നല്ലൊരു കൊച്ചാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷെ ഒടുക്കത്തെ പൈസ എൻ്റെ അക്കൗണ്ടിലാകെ 20 രൂപയേ ഉള്ളൂ, 20 രൂപ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി 20 രൂപയ്ക്ക് തന്നെ കിട്ടുമോ എന്ന് നോക്കാം. അപ്പം നമുക്ക് അതിന് മുമ്പ് നമ്മൾ കോഫിയുടെ മെഷീൻ ഒന്ന് ഓണാക്കിയിട്ടൊന്ന് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ട് കുടിച്ചു. ഓക്കെ ഗൈസ്, അടിപൊളിയായിരുന്നു. ചെറുതായിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ തന്നെ കുടിച്ചു. പക്ഷെ ചെറുതായിട്ടൊരു ബിറ്ററായിരുന്നേ, എന്ന് വെച്ചാൽ അങ്ങനെ കുറേ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനങ്ങനെ ആഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും എഴുന്നേറ്റ് എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചാൽ പറയാൻ സമ്മതിക്കില്ലല്ലോ, അല്ലേടി? ഇങ്ങനെയൊക്കെയാണ് ഇവളുടെ സൗണ്ട്. നമുക്ക് സൗണ്ട് ഉണ്ടാക്കത്തുള്ളേ. താഴെ ഇരുന്ന് കൈ പിടിച്ച് മിൽക്ക് കൊടുക്കാൻ നോക്കിയാൽ പറ്റത്തില്ലെന്ന്, അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ഇരുത്തിയാണ് കൊടുക്കുന്നത്. ടേബിളിൽ ഇരിക്കത്തില്ല, അങ്ങനെ കുറേ കുസൃതികളുണ്ട്. കണ്ടോ പോണണ്ട, ഇവിടെ നിൽക്കടി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നും നിൽക്കത്തില്ല. കൈ എടുത്തു കഴിഞ്ഞാൽ കരയുന്ന അത് ഇത്. ഇന്ന് ചെറുതായിട്ട് ഉറക്കം വേണം തോന്നുന്നു, കാരണം നേരത്തെ എഴുന്നേറ്റല്ലോ. ഇപ്പം എന്താ 6 മണിയായിട്ടുള്ളൂ. സാധാരണ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് അവളുടെ ഒരു വേക്കപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് നേരത്തെ ജോലിക്ക് പോകാം, കാരണം ഇവളെ കൊണ്ട് ഡേ കെയർ ഇട്ടാൽ എഴുന്നേറ്റ് ഇടയ്ക്ക് എഴുന്നേക്കും, കളിക്കും, പിന്നെയും കിടന്നുറങ്ങും. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് അവളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിലുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ജാം പോലും ഇവിടെ ഇല്ല. ഞാൻ ഫ്രിഡ്ജൊക്കെ സെറ്റാക്കിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജ് എവിടെയൊക്കെ പോയിട്ട് ഞാൻ പിന്നെയും ഫ്രിഡ്ജൊക്കെ തന്നെ കൊണ്ടുവന്ന്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അതിനകത്ത് സാധനങ്ങളൊന്നുമില്ല കേട്ടോ, തീർന്നു പോയി, ഫുഡില്ല, കാണാനില്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ 3 ബ്രെഡാണ് ടോസ്റ്റ് ചെയ്തെടുത്തത്. അപ്പം ലെങ്തി വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കാണാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലെങ്ത്തില്ലാത്ത വീഡിയോസ് കുറേ പാർട്ടാക്കി ഇടും ഗൈസ്. ഇത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു 8 പാർട്ടെങ്കിലും ഉണ്ടാവും കേട്ടോ, ഒരു 15 മിനിറ്റ് 14 മിനിറ്റിൻ്റെയൊക്കെ. എഴുന്നേറ്റ് ഇടി, നിനക്ക് എന്തുവാ, ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ നിനക്ക് എന്താ എന്നൊക്കെ തന്നെ പറഞ്ഞ് നേരത്തിന് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ആ ഇടിമിന്നലൊക്കെ ഉണ്ട്, ബട്ട് ഇപ്പോൾ ഏകദേശം നിന്ന് ഗൈസ്. ഇപ്പോൾ ഏകദേശം വെയിലാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പോൾ 9 മണിയായിട്ടുണ്ടെടാ. അപ്പോൾ 9 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു 10 മണിക്ക് വർക്കിന് എത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ ഗാർഡനിൽ കുറേ ട്യൂലിപ്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പുറത്ത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഉണ്ടാക്കി പനീറും പിന്നെ കബാബും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിരുന്ന് അങ്ങനെ കഴിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുസൃതി പെണ്ണ് പുറത്തിറങ്ങി സ്ട്രോളറിൽ നിന്ന്. ഒരു കുഞ്ഞു ബൈസൈക്കിളുണ്ട്, മേടിച്ചൊക്കെ തന്നെ കൊടുത്തു, ആയിട്ട് ഓടിക്കത്തില്ലെന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ് ഓടിക്കാൻ പറഞ്ഞാൽ നോക്കണ്ട, പറഞ്ഞിട്ട് അപ്പുറത്ത് പോകണം. പിന്നെ എനിക്ക് കേക്കൊക്കെ ചെയ്യാൻ അറിയാവേ, അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് കേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സാധനത്തിൽ വെച്ച് ബേക്ക് ചെയ്തു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് എനിക്ക് വിശപ്പൊന്നും മാറിയില്ല. അങ്ങനെ കാറൊക്കെ എടുത്തിട്ട് വന്നേ. അങ്ങനെ എൻ്റെ ഒരു ഹെൽപ്പറാണ് കേട്ടോ ഈ കുഞ്ഞിനെ പിടിക്കാനായിട്ട്. ഇവള് കാർ സീറ്റിൽ ഇരിക്കത്തില്ല, സ്ട്രോളറും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ മുമ്പിലാണ് ഡിക്കി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ ഒരു കുഞ്ഞ് കൈ പിടിക്കുന്ന ഒരു സാധനം വെച്ച് എന്താ പറയുക, ഞാൻ ഇപ്പം എന്താ പറയുക എനിക്കറിയത്തില്ല, അത് കുറേ ഇരുത്താൻ തോന്നുന്നു. പിന്നെ അവൾ കരയാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഒരാൾ വിളിച്ചിരുത്തി. ഇവളെൻ്റെ ഫ്രണ്ടാണേ, കാവ്യ. അപ്പം അവളെ വിളിച്ചിരുത്തി.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്ത് വന്ന് മറ്റേ കുഞ്ഞ് സാധനം ഇല്ലേ ഡിക്കിയിൽ വെക്കാനുള്ള ആ സാധനം എടുക്കാനായിട്ടാണ് പോണത്. അതിനിടയ്ക്ക് കൊച്ചൊക്കെ അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങി. അതുപോലെ നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ എങ്ങനെയൊക്കെ ഇറങ്ങുവാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ കൊച്ചുണ്ടാവില്ല. അങ്ങനത്തെ ഒരു കുസൃതി പെണ്ണാണ് ഇവൾ. അതിന് അതൊക്കെ വെക്കുന്ന സമയത്ത് സ്ട്രോളർ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം. ഇത് ഞാൻ സ്ട്രോളർ വെക്കാൻ നോക്കി, പക്ഷെ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങാനും ഇനി അതെങ്ങനെ പൊളിഞ്ഞു പോയാലോ എന്ന് ഞാൻ വെച്ചില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സാധനം വെച്ചു, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് മോളിൽ പോയി. ഒരു സിറ്റി മോളെന്ന് പറഞ്ഞൊരു മോളുണ്ട്, അവിടെ പോയിട്ട് 3D ഒക്കെ തന്നെ കളിച്ചപ്പോൾ അടിപൊളിയായിരുന്നടാ. അതുകൊണ്ട് ഞാൻ കൊച്ചു റൈഡ്സിലൊക്കെ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, നെയിൽ സ്പാ, ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. ഭയങ്കര ബിസി ആയിട്ടുള്ള ഡേ ആണ് ഇന്ന്. എന്തായാലും ഞാൻ ഉറങ്ങുന്ന മിക്കവാറും 3-4 മണിക്കായിരിക്കും. അവിടെ ഞാൻ ഡേ കെയർ കൊണ്ടുപോയിട്ടുണ്ട്. നോ പ്രോബ്ലം വിത്ത് ഹെർ. അതൊക്കെ അവർ നോക്കിക്കോളും. സ്റ്റേക്കേഷനുണ്ട്, ഒരു എക്സ്ട്രാ ഫീ കൊടുത്താൽ മതിയേ. അങ്ങനെ മാക് ബുക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കുഞ്ഞൊരു സാധനം ആയിരുന്നു ഞാൻ വിചാരിച്ചു, ബട്ട് അത് വലിയൊരു സാധനമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അപ്പുറത്തും ഒന്ന് പോയി നോക്കണമെന്നൊക്കെ തന്നെ ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പോകണ്ട, അപ്പുറത്തൊന്നും ഇല്ല, അവർ ക്ലോസാക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തത് ഇവിടെ കുഞ്ഞൊക്കെ പിള്ളേർ കളിക്കുന്നതായിരുന്നു. ബട്ട് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കളിക്കാൻ തോന്നിയിടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് കളിച്ച്, ഇതൊക്കെ ഫ്രീ ആണ്, ഇവിടെ ടോയ്സൊക്കെ തന്നെ കിട്ടും. പക്ഷെ ഞാൻ വിചാരിച്ചു അത് വേണ്ട എന്നൊക്കെ തന്നെ എൻ്റെ മൈൻഡിലോട്ട് പറഞ്ഞെങ്കിലും പിന്നെ പോയി കയറി കളിക്കടി ബോൾ പിറ്റിൽ എന്നെൻ്റെ മൈൻഡ് പറയാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പോവല്ലേ, ആരും ശ്രദ്ധിക്കുന്നില്ല. അവിടെ ഒരു ആളുണ്ട് ബബിൾ ഗം ചവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഹാല സീനൊന്നും ഉണ്ടാക്കത്തില്ല. അതിങ്ങനെ മുകളിൽ കയറാനൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഗൈസ് എങ്ങനെ ഉണ്ട്, അടിപൊളി സ്ലൈഡൊക്കെ ആയിരുന്നു. ബോൾ പിറ്റ്, ബോളൊക്കെ തന്നെ ഇങ്ങനെ പറക്കുന്ന സാധനം, അതൊക്കെ നമ്മുടെ ഇവിടെയാണ് ഞാൻ കണ്ടത്. ചിത്തിരപ്പള്ളി സ്ക്വയർ പാർക്കിലാണെന്ന് തോന്നുന്നത്. ഞാൻ ടൂറ് പോയപ്പോൾ കണ്ടതാണ്, സ്കൂൾ ട്രിപ്പ്. പിന്നെ അവിടെ നിന്നൊരു ലോലിപോപ്പും മേടിക്കാനായിട്ട് പോയി. ബട്ട് ആ ലോലിപോപ്പ് കേപ്പോപ്പായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല. എന്നാലും എനിക്ക് ഭയങ്കര മധുരമൊന്നും ഇഷ്ടമല്ലേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്തോ, ഇവിടെയാണ് ക്ലോസ് ആക്കി വെച്ചിരിക്കുന്നത്. അവിടെ എന്തോ ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി ഗൈസ്, അത് നിങ്ങൾ കരിയാക്കണ്ട. പിന്നെ ഒരു കഫേ കയറി കേട്ടോ. ഇനിയും ഇപ്പം ഞാൻ സമയം 10:15 ഇനിയും ഒരു 9:15 10-10:30 ആകുമ്പോൾ എത്തിയാൽ മതി. കുറേ ടൈമുണ്ട്. അപ്പോൾ ഞാൻ സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പിന്നെ ഒരു കോഫി മേടിച്ച് കുടിച്ചു. അത് അടിപൊളിയായിരുന്നടാ. കറക്റ്റ് മധുരം, കറക്റ്റ് ബിറ്റർനെസ് അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞാനൊരു കേക്ക് മേടിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു ചീസ് കേക്കാണ് മേടിച്ചത്. ചീസ് കേക്ക് എനിക്ക് അങ്ങനെയായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഒരു ചീസിൻ്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചോക്ക വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ തന്നെ. കുറേ ബേർഡ്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അതങ്ങനെ റിയൽ അല്ലടാ, അത് റിയൽ അല്ലാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് റിയലായിരുന്നു. അവർ അനങ്ങുന്നതേ ഇല്ല, കണ്ണ് മാത്രം അനങ്ങുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് നോക്കിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയി നോക്കിയില്ല, കാരണം എനിക്ക് കടിച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നേ. പിന്നെ ഞാൻ പോകുന്ന സമയത്ത് ഡെയ്സിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. മോളിൽ നിന്ന് പോകുന്നതല്ല, സിറ്റി മോളിൽ നിന്ന് പോകുന്നതല്ല, ഈ ഫ്ലോറിൽ നിന്ന് പോകുന്ന സമയത്ത് കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ഒന്നും ഇല്ല എനിക്ക്. ഇനി സ്കിൻ കെയർ ഒക്കെ ഒന്ന് തുടങ്ങണം, കാരണം എൻ്റെ ഫേസ് കണ്ടാൽ എത്ര ഡള്ളായിട്ടായിരിക്കുന്നതെന്ന് ചേച്ചിയോ കുറ്റിയോ ആരുടെ ഒരു ഫേസ് കണ്ട, ആ ഒരു പിങ്ക് ചെയറിലിരിക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന്, അയാളുടെ മുടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നിന്നാണ് മേടിച്ചത്, അടിപൊളിയായിട്ടുള്ള സീറോ ഒക്കെ ഉണ്ട് ഹെയറിനായിട്ടുള്ള. അതുകൊണ്ട് ഞാൻ അതൊക്കെ തന്നെ മേടിച്ച്. പക്ഷെ അത്രയ്ക്കും പൈസയൊന്നും ആയില്ല, എന്നാൽ ഇത്തിരി കോസ്റ്റ് കൂടുതലായിരുന്നേ. 300 ഉണ്ടാവായിരുന്നു. 300 ആണ് കറക്റ്റ് ഒരു റുപ്പീസ്. പക്ഷേ അവർ ചെറുതായിട്ടൊന്ന് 340 ഒക്കെ തന്നെയായിരുന്നു തന്നത്. ഒന്ന് ചെറുതായിട്ടൊരു പ്രശ്നമാണ്, അത് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ മേടിച്ച്. കുറേ പാർട്ട് ടൈം ജോബ്സ് ഉണ്ട്, ബേക്കറിയിലുണ്ട്, ഡേ കെയറിലുണ്ട്. എൻ്റെ സിസ്റ്റർ ഉള്ള ഡേ കെയറിൽ തന്നെയാണ് ഞാൻ വർക്കും ചെയ്യുന്നത്. പിന്നെ ഒരു
പോലീസ്മാനായിട്ട് ആദ്യത്തെ ഡേ ആണ്. ആസ് എ പോലീസ് ഗേൾ അങ്ങനെയൊക്കെ വിളിക്കാവേ. അങ്ങനെ ഞാൻ ഈ ഒരു അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ഞാൻ സൂപ്പർവൈസർ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ വരും എൻ്റെ ഫോണിൽ. ഇനി കാര്യമാക്കണ്ട ഗൈസ്. ഇടയ്ക്ക് ഇങ്ങനത്തെ സൗണ്ടൊക്കെ വരും, ഇതിങ്ങളൊന്ന് കാര്യമാക്കണ്ട. അങ്ങനെ അതൊക്കെ തന്നെ മേടിച്ച് നേരെ തന്നെ ഞാൻ പോകുകയാണ് ഗൈസ്. ഇവിടെ നിന്നല്ല, വേറൊരു ഫ്ലോറിലോട്ടാണ് ഞാൻ പോണത്. ഇതാണ് എനിക്ക് തോന്നുന്നു 10th ഫ്ലോറേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ചിലപ്പോൾ പോവും ചിലപ്പോൾ പോകത്തില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, അടുത്ത പാർട്ടി ഞാൻ ഇടുന്നുണ്ട്, പോണതും പോവാത്തതും എല്ലാം. പോകുന്നതും കഴിച്ചതും കുടിച്ചതും എല്ലാം. അപ്പോൾ ഞാൻ എന്തായാലും 15 മിനിറ്റൊക്കെ ഞാനിപ്പോൾ വെക്കാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത പാർട്ടി കാണാം. ബൈ. സീ യു, ടേക്ക് കെയർ.